ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം ദ മൈൻഡ് ഹീലർ. സെൽഫ് ലവ് എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള വാക്കാണ്. പല ക്ലയൻസും ചോദിക്കാറുണ്ട്, സ്വയം സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ചെയ്യാൻ സാധിക്കുമെന്ന്. തീർച്ചയായിട്ടും സാധിക്കും. അതേക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല, മനസ്സിലാക്കുക. അപ്പോൾ പലരും കൗൺസിലിംഗ് സമയത്തായാലും കോച്ചിങ് സമയത്തൊക്കെ പറയാറുണ്ട്, എനിക്ക് ജീവിതത്തിൽ സന്തോഷമില്ല, പ്രതീക്ഷിച്ചതൊക്കെ കൈവിട്ടു പോയി എന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് പുറമേ നിന്നുള്ള ആളുകളിൽ നിന്നാണ് സ്നേഹം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തത്തെ സ്നേഹിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരു വ്യക്തിക്ക് പുറമേ നിന്നുള്ള സ്നേഹം എപ്പോഴും സഫറിങ്സ് ആയിരിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ നമ്മളോട് ബിഹേവ് ചെയ്യണമെന്നില്ല. അപ്പം പുറമേ നിന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റെസ്പെക്റ്റ്, സ്നേഹം, ഇതെല്ലാം നമ്മൾ സ്വയം നൽകി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തത്തിന് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിയായ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പം സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നത് പോലെ തന്നെ, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ലവേഴ്സ്, നമ്മുടെ പാർട്ട്ണർ, അപ്പോൾ ആരായാലും അവർക്ക് കൊടുക്കുന്ന അതേ പരിഗണന നമ്മൾ സ്വയം നൽകുക എന്നുള്ളതാണ് സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനവൻ്റെ ഇഷ്ടങ്ങളെ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം. ഇപ്പോൾ സ്വന്തം ചിന്തകൾ, ഫീലിങ്സ്, ഇമോഷൻസ് ഇവയെ വേണ്ട രീതിയിൽ നമ്മൾ പരിഗണിക്കാം. അപ്പോൾ സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരല്പസമയം അല്ല ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയ നമ്മളൊരു ദിവസം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏതൊരു നിമിഷം നിങ്ങൾ സ്വയം സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിയുന്നു, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. ഇത്രയും നാളും ഞാൻ ജീവിച്ച രീതി ശരിയാണോ എന്ന് നമ്മൾ ആലോചിക്കുന്നു. അല്ലെങ്കിൽ അവനവൻ്റെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവനവൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടേക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നു. ആ ഒരു സമയത്ത് അതാണ് യഥാർത്ഥ തിരിച്ചറിവെന്ന് പറയുന്നത്. അപ്പോൾ അത് ചിന്തിക്കുന്ന സമയത്ത് തന്നെ, അവിടെ ചിന്തിക്കുന്ന ആ ഒരു മൊമെൻറ്റ് സെൽഫ് ലവ് ആരംഭിക്കുകയായി. അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതിനെല്ലാം നമ്മൾ ഉൾക്കൊള്ളുക. ഓക്കെ, ഓരോ വ്യക്തിക്കും സെൽഫ് ലവ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും കേട്ടോ. കാരണം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം വ്യത്യാസം ഉണ്ടാവും. അവിടെ ഫാമിലി മെമ്പേഴ്സ്, ഓരോരുത്തരുടെ ചൈൽഡ്ഹുഡ് എല്ലാം വ്യത്യാസമായിരിക്കും. ഒരാൾ വളർന്നു വരുന്ന സാഹചര്യം, രീതി, കുടുംബ പശ്ചാത്തലം, ഇതെല്ലാം അനുസരിച്ചിട്ട് അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ പതിയെ വ്യത്യാസം വന്നു തുടങ്ങുന്നു എന്ന് പറയാം. നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാറി വരുന്നു. ആളുകളെക്കുറിച്ചിട്ടുള്ള ചിന്താരീതി, ആളുകളെക്കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നു അന്ന് മുതൽ. ഓക്കെ, അപ്പോൾ ഇനിയൊരു കാര്യം ഞാൻ പറയാം. പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ചിന്തകൾ കാട് കയറി പോകുന്നൊരവസ്ഥ. അപ്പം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾ അനാവശ്യ രീതിയിലേക്ക് പോയേക്കാം. സങ്കടം, ദേഷ്യം, ഇതെല്ലാം ഉണ്ടാവാം. ഇതെല്ലാം നമ്മുടെ ആ ഉള്ളിലെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഇൻസെക്യൂരിറ്റീസ് ആണെന്ന് തിരിച്ചറിയാം. ഈ സമയം സ്വയം കുറ്റപ്പെടുത്താതിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം, പക്ഷേ സ്വയം കുറ്റപ്പെടുത്താതിരിക്കാം. അവനവന് ആ ഒരു വളരെ പ്രധാനപ്പെട്ട കെയറിങ് കൊടുക്കേണ്ട ഒരു സമയമാണിത്. സ്വയം ഉൾക്കൊള്ളുക എന്ന് പറയും അതിന്. എൻ്റെ അവസ്ഥകളെ, എൻ്റെ ആ ഒരു സ്വഭാവത്തെ, എൻ്റെ ഉള്ളിലെ ഇമോഷൻസിനെ, അതിനെയൊക്കെ അതുപോലെ ഉൾക്കൊള്ളുക. അതിൻ്റെയൊക്കെ ആകത്തുകയാണ് നമ്മുടെ ഈ ചിന്തകൾ എന്ന് പറയുന്നത്. അതിനെ ഉൾക്കൊള്ളുക. ആ സമയത്ത് നമ്മൾ ഒന്ന് ഹഗ് ചെയ്യാം സ്വയം അവനവനെ. അതായത് ആ ഒരു ഷാഡോ സൈഡിന് നമ്മൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാമെന്ന് പറയും. അവിടെ നമ്മുടെ ഹീലിംഗ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ സ്വയം പരിഗണിച്ച് നോക്കിക്കേ, നല്ല വ്യത്യാസം ഉണ്ടാവും നമുക്ക്. സ്വയം ഹഗ് ചെയ്യുക, ആശ്വസിപ്പിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളെ തളർത്തിയേക്കാം, പരിഗണിക്കാതിരുന്നേക്കാം, പക്ഷേ സ്വയം ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുക. മറ്റുള്ളവർ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ മടി കാണിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിച്ചേക്കാം, പക്ഷേ സ്വയം അവനവനെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയം പലരും നിങ്ങളെ കുറ്റപ്പെടുത്താം, നിങ്ങൾ ചെയ്യുന്നതൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ അതിലൊന്നും നമ്മൾ വീണു പോവാതിരിക്കുക. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അപ്പോൾ അഹങ്കാരം എന്നൊക്കെ അവർ കുറ്റപ്പെടുത്തിയേക്കാം, പക്ഷെ അതിനൊക്കെ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും ഫാമിലിയിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ അവിടെ മനസ്സിലാക്കാം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല നമ്മുടെ സമയം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവരുമായിട്ടുള്ള ആ വാല്യുബിൾ മൊമെൻറ്റ്സ്
നമ്മൾ ഷെയർ ചെയ്യേണ്ടതാണ്. അവർക്ക് കൊടുക്കേണ്ട സ്നേഹം പരിഗണന എല്ലാം നമ്മൾ കൊടുക്കുക. പക്ഷെ കുറച്ച് നേരമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർ നിങ്ങളെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് മടി കാണിച്ചേക്കാം. അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനെ അവഗണിക്കാം. അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന വേദനകൾ അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിച്ച് നിങ്ങളെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന ആ രീതിയെ നിങ്ങൾ അവഗണിക്കുക. അതൊരിക്കലും സ്വാർത്ഥതയല്ല. ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ പരിഗണിക്കാത്ത ആൾക്കാരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തരുന്ന ആൾക്കാരെ നിങ്ങൾ മാറ്റി നിർത്തുന്നത് ഒരിക്കലും സ്വാർത്ഥതയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നല്ല കാര്യമാണ്. നിങ്ങൾ സെൽഫ് ലവ്, നിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയാണ് ഇത്തരം ആൾക്കാരെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനുള്ള നല്ല ആൾക്കാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നല്ല ആൾക്കാരെ പരിഗണിക്കാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്നത്, മറ്റുള്ളവരുടെ നല്ല വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കുന്നില്ല, നിങ്ങൾ പരിഗണിക്കുന്ന ആൾക്കാരെ പരിഗണിക്കാതിരിക്കുക, ഇതൊക്കെ സ്വാർത്ഥതയായിട്ട് നമുക്ക് പറയാം. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അത് സെൽഫ് ലവ് ആണ്. ഒരിക്കലും സ്വാർത്ഥതയാവുന്നില്ല എന്ന് തിരിച്ചറിയാം. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പലതരത്തിലും നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിൽ ആദ്യം നമ്മൾ സ്വന്തത്തോട് അല്പനേരം സംസാരിക്കുക എന്നുള്ളതാണ്. കണ്ണാടി നോക്കിയിട്ട് പുഞ്ചിരിക്കുക, സ്വന്തം ഇഷ്ടങ്ങളെക്കുറിച്ചിട്ട് അനിഷ്ടങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയാം. സ്വന്തം അഭിപ്രായങ്ങൾ അവനവനോട് പറയാം, അഭിപ്രായം സ്വയം ചോദിക്കാം, ഒരു ഫ്രണ്ടിനെ പോലെ പരിഗണിക്കാം. നെക്സ്റ്റ്, സ്വന്തം ശരീരത്തിന് പ്രാധാന്യം നൽകുക. വ്യായാമം, നടത്തം, പാട്ട് കേൾക്കൽ, ഡാൻസ്, ചെടി പരിപാലനം, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങളുടെ ഹോബീസിലേക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. കുഞ്ഞുനാളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ കുഞ്ഞുനാളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതിന്ന് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ, സ്വന്തം ഫാമിലി മെമ്പേഴ്സിൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ധിക്കരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുമായിട്ടൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്തി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുക. അതിപ്പോൾ ഏതൊരു കാര്യത്തിലായാലും. അപ്പോൾ ചില കാര്യങ്ങൾക്ക് അവർ ആർഗ്യൂ ചെയ്തേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളെ നമ്മൾ മാനിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം സ്വന്തത്തോട് സത്യസന്ധത കാണിക്കുക, എപ്പോഴും സ്വന്തത്തെ ബഹുമാനിക്കാം, പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ചെറിയ ചെറിയ ടാസ്കുകൾ സ്വയം നൽകുക. അത് സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഹെൽത്തി ഡയറ്റ്, ഫേവറേറ്റ് ആയിട്ടുള്ള ചില ഫുഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവനവന് വേണ്ടിയിട്ട് കുറച്ച് സമയം തീർച്ചയായിട്ടും മാറ്റിവെക്കുക. അത് കുളിക്കുന്ന സമയത്തായാലും ഡ്രസ്സിങ് ടൈമിലായാലും ഒക്കെ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവനവൻ്റെ ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി സമയം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മറ്റുള്ളവർക്ക് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ടാവും, പക്ഷേ സ്വയം കൊടുക്കാൻ കൂടി ശ്രമിക്കാം. നോ പറയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് നോ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം, പഠിക്കാം. സെൽഫ് ലവ് എന്നാൽ ഒരിക്കലും ഒരു സ്വാർത്ഥതയായിട്ട് ചിന്തിക്കേണ്ട, അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കാരണം നമുക്ക് മറ്റുള്ളവർക്കൊക്കെ പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പരിഗണന കൊടുക്കാൻ ആരുള്ളത്? നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയണത് ഒരു പേഴ്സണൽ ഗ്രോത്ത് കൂടിയാണ്, പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആണ്, സെൽഫ് ഗ്രോത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യാം. ഇതൊന്നും ആർക്കും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ഒരു ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻസിന് ടൈം കണ്ടെത്താം. ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ സെൽഫ് ലവ് ആണ്. പിന്നെ സ്വന്തം തെറ്റുകൾ ക്ഷമിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, സ്വന്തത്തോട് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുക, ദയയുള്ള ആൾക്കാരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക, അനാവശ്യമായിട്ടുള്ള ഉപദ്രവങ്ങൾ സ്വയം ചെയ്യാതിരിക്കുക. അപ്പോൾ ഉണ്ടാവും ദേഷ്യം വരുന്ന സമയത്ത് അവനവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് കേട്ടോ. അപ്പം പിന്നെ സെൽഫ് കോൺഫിഡൻസ്, സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മറ്റുള്ളവരെ നിങ്ങളെ ചൂഷണം ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെന്താ, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സമയം ചിലവഴിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷേ ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് മാറ്റി നിർത്തിയേ പറ്റൂ, കാരണം അവർ മാറില്ല, മാറേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്വയം അഭിനന്ദിക്കുക, ചെറിയ ഗിഫ്റ്റുകൾ സ്വയം നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സ്വന്തം വാല്യൂസ് തിരിച്ചറിയാം, പ്രാക്ടീസ് ചെയ്യാനൊക്കെ പഠിച്ചു ഇല്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, സ്വയം കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എങ്കിൽ മാത്രമേ നിങ്ങളെ മറ്റുള്ളവർ കേൾക്കുള്ളൂ. സ്വയം നിങ്ങൾ ബഹുമാനം കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുള്ളൂ. അപ്പോൾ സ്വയം സ്നേഹിക്കുന്ന
ഒരാൾക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് അൺകണ്ടീഷണൽ ലവ്, ഡിവൈൻ ലവ് എന്നൊക്കെ പറയണം. നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സെൽഫ് ലവ് ഇസ് നോട്ട് സെൽഫിഷ്. സ്വന്തത്തെ സ്നേഹിക്കാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കില്ല. ഓക്കെ. അപ്പം സ്വന്തത്തെ സ്നേഹിക്കാതെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയാണ് ട്രോമ ബോണ്ട്, ടോക്സിക് അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത്. സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ടോക്സിക് അറ്റാച്ച്മെൻറ്റിലേക്ക് പോകാൻ സാധിക്കില്ല. ടോക്സിക് ആയിട്ടുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തൊരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.